മലപ്പുറത്ത് പ്രതിപക്ഷമില്ലാതെ ഭരിക്കാൻ UDF. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലും 6 ബ്ലോക്ക് പഞ്ചായത്തുകളിലും UDF മാത്രം ഭരിക്കും. കൂടുതൽ കരുത്ത് കാട്ടി മുസ്ലിം ലീഗും. തങ്ങളുടെ സ്വാധീന മേഖലകളെല്ലാം കൈപ്പിടിയിലൊതുക്കിയാണ് മുസ്ലിം ലീഗ് മലപ്പുറത്ത് മുന്നേറ്റം നടത്തിയത്. മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഇത്തവണ പ്രതിപക്ഷമില്ലാതെ UDF ഭരിക്കും. 33 സീറ്റിൽ 33 നേടി സമാനതകളില്ലാത്ത ചരിത്ര വിജയമാണ് UDF നേടിയത്. മുസ്ലിം ലീഗ് നിറഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഭരണമാറ്റത്തിന്റെ സൂചനയെന്ന നേതാക്കൾ. ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞത് കേരള ഭരണം UDF തിരിച്ചുപിടിക്കും എന്നുള്ളതാണ്. ജനവിധി എന്നുള്ളത് അത് നേരിട്ട് പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അതായത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് അവിടെ ഒരു അധികാര കൈമാറ്റം അനിവാര്യമാണ് എന്നതാണ് ഈ വിധി സൂചിപ്പിക്കുന്നത്. 30 വർഷത്തിന് ശേഷം പെരിന്തൽമണ്ണ നഗരസഭയും വലിയ ഭൂരിപക്ഷത്തിൽ നിലമ്പൂർ നഗരസഭയും പിടിച്ചെടുത്തു. മുസ്ലിം ലീഗിന് ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന നിലമ്പൂർ നഗരസഭയിൽ 7 സീറ്റ് നേടി. പൊന്നാനി നഗരസഭയിൽ മാത്രമാണ് CPM-ന് ആശ്വാസമുള്ളത്. 12-ൽ 11 നഗരസഭ UDF നേടി. ബ്ലോക്ക് പഞ്ചായത്തുകളിലും UDF-ന്റെ സർവാധിപത്യം തന്നെ. 15-ൽ 14 UDF-ന്. തിരൂരും പെരുമ്പടപ്പും പിടിച്ചെടുത്തു. 94 പഞ്ചായത്തുകളിൽ 90-ഉം UDF തൂത്തുവാരി. കേവലം 3 പഞ്ചായത്തുകൾ മാത്രമാണ് LDF-നുള്ളത്. പൊന്മുണ്ടം പഞ്ചായത്തിൽ കോൺഗ്രസ് CPM ജനകീയ മുന്നണി സഖ്യം വിജയിച്ചു. പൊന്മുണ്ടത്ത് മാത്രമാണ് UDF സംവിധാനം ഇല്ലാതിരുന്നത്. ജില്ലയിൽ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് UDF ഒറ്റക്കെട്ടായാണ് മുന്നോട്ടു പോയത്. UDF ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിച്ചത്. UDF-ഉം UDF-ലെ ഘടകകക്ഷികളും ഒരു മനസ്സോടുകൂടിയാണ് പ്രവർത്തിച്ചത്. ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ മികച്ച പ്രകടനം UDF-ന്റെ ഈ വിജയത്തിൽ വലിയ പങ്കാണ് വഹിച്ചത്. ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, മലപ്പുറം.